FIR-ലെ പ്രതിപട്ടികയിൽ നഗരത്തിന്റെ വർഷിപ്പ്ഫുൾ മേയർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികൻ എന്നിവരൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടെങ്കിലും കുറ്റപത്രം വരുമ്പോൾ അവരുടെ പേരുണ്ടാവില്ല. ഇത് CCTV-യുടെ മുമ്പിൽ പൊതുജനങ്ങൾ കണ്ടു നിൽക്കെ നടന്ന ഒരു കുറ്റകൃത്യമാണ്. അത് സംബന്ധിച്ച FIR-ലാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യുടെയും പേരുള്ളത് പ്രതിപട്ടികയിൽ. പക്ഷേ ഇപ്പോ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അത് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഈ രണ്ടുപേരുടെയും പേരില്ല. മേയറുമില്ല, MLA-യും ഇല്ല. 1.5 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 ഏപ്രിൽ 27-ാം തീയതി നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് വരുന്നു. അതിന്റെ മുമ്പിലേക്ക് ഒരു കാറ് കുറുകയിടുന്നു. ആ കാറിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രനാണ്. ഒപ്പം അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ്. അവർ കാറിൽ നിന്നിറങ്ങുന്നു. കാറിലെ ഡ്രൈവറുമായിട്ട് ഒച്ചയിൽ സംസാരിക്കുന്നു, കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഇവരും രോഷാകുലരാകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് MLA ഈ കാറിനുള്ളിലേക്ക് കടക്കുന്നതാണ്. ഇതാണ് കേസ്. പക്ഷെ ഈ കേസ് പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1.5 കൊല്ലമായി അന്വേഷണമേ. ഇത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതുപോലെ CCTV-യിലൊക്കെ ഇതിന്റെ ദൃശ്യങ്ങൾ ഉള്ളതാ. എന്നിട്ട് പോലും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം അതിന്റെ കുറ്റപത്രം കൊടുത്തു തിരുവനന്തപുരത്ത് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. അത് വന്നപ്പോ നമ്മൾ പറഞ്ഞതുപോലെ പ്രതിപട്ടികയിൽ നമ്മുടെ ആര്യ രാജേന്ദ്രനും ഇല്ല, സച്ചിൻ ദേവ് MLA-യും ഇല്ല. അതിന് പകരം ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദാണ് പ്രതി. അയാളാണ് പ്രധാന പ്രതി. അങ്ങനെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഈ കുറുകയിട്ട കാർ ഓടിച്ചിരുന്ന അദ്ദേഹമാണ്. അത് ശരിയാ. പക്ഷെ ഈ ബസ്സിനുള്ളിൽ കയറുന്നത്, അല്ലെങ്കിൽ ഡ്രൈവറോട് രോഷാകുലരായിട്ട് സംസാരിക്കുന്നത്, കൈ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നത്, ഈ വക സംഭവവികാസങ്ങളൊന്നും അയാളില്ല. ഇപ്പൊ അയാളാണ് പ്രധാനപ്പെട്ട പ്രതി. കൊച്ചു വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം കൂടിപ്പോയാൽ ഒരു 5000 രൂപയുടെ പിഴ ഒടുക്കാൻ വിസമ്മതിച്ചാൽ ഒരു 3 വർഷം വരെ തടവ് ശിക്ഷിക്കാം. ആ വകുപ്പുകളാണ് ഇപ്പോൾ ഈ അരവിന്ദിന്റെ പേരിൽ ഇട്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ മേയറും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും കേസിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസായത്. ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ പൊതുനിരത്തിൽ സംഭവിക്കുന്നതാ. ഇതിന് പ്രാധാന്യം കിട്ടാൻ കാര്യം, അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ കാര്യം, ഇതിൽ ഉൾപ്പെട്ടത് നമ്മുടെ മേയറും അതുപോലെ തന്നെ ഒരു MLA-യും ആയതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാ. പറഞ്ഞാലും യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാറ് കുറുകയിട്ടത് സീബ്ര ലൈൻ തെറ്റിച്ചാണെന്നാണ് പറയുന്നത്. അന്ന് ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാ. അതായത് നമ്മുടെ മേയർ ഈ ഡ്രൈവറുടെ നേർക്ക് കൈചൂട്ടി സംസാരിക്കുന്നു, രോഷാകുലിയാകുന്നു. അതുപോലെ MLA അകത്തേക്ക് കയറുന്നു. ഇതൊക്കെ നമ്മളെല്ലാം കണ്ടതാ, ജനങ്ങളുടെ മുമ്പിൽ നടന്നതാ. ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിനടുത്ത് ഉണ്ടായിരുന്ന ജനങ്ങള് ഇതെല്ലാവരും ഇതിന് സാക്ഷികളാ. പക്ഷേ അന്വേഷണം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സവാള ഉള്ളി അതിന്റെ തൊലി കളഞ്ഞതുപോലായി. അവസാനം പ്രതിയെന്ന് പറയാൻ ഈ മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രം, മറ്റു രണ്ടുപേരും ഒഴിവായി. പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് സച്ചിൻ ദേവ് ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി എന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതായത് കേസ് അങ്ങനെ ആയിരുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി, അത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാനായിട്ട് പോലീസ് പറയുന്ന കാര്യം വളരെ ന്യായമാണ്. ഇത് ഹൈഡ്രോളിക് ഡോറാണ്. അത് ഡ്രൈവർ തുറന്നു കൊടുക്കാതെ ആർക്കും അകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ അതിക്രമിച്ചു കടന്നു എന്നുള്ളതിന് ന്യായമൊന്നുമില്ല. പക്ഷെ ഈ ഡ്രൈവർക്ക് സച്ചിൻ ദേവ് MLA ഒരു പക്ഷെ അറിയണമെന്നില്ല. അദ്ദേഹം മലബാറിൽ നിന്നുള്ള ആളാണ്. പക്ഷെ നമ്മുടെ മേയറെ അറിയുമല്ലോ. ആര്യ രാജേന്ദ്രനെ അയാൾക്ക് പരിചയമുണ്ടല്ലോ. നിരന്തരം ചിത്രങ്ങളില്, പത്രങ്ങളില്, അല്ലെങ്കിൽ TV-യില്, ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ മേയറും കൂടെയുള്ളവരും വളരെ അധികാരത്തോടു കൂടി കതക് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ തുറക്കുമല്ലോ, ഡ്രൈവർ തുറക്കുമല്ലോ. മേയറല്ലേ അപ്പുറത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് തുറന്നിട്ടുണ്ടാവും. അല്ലാതെ ദയവായി അകത്തേക്ക് കടന്നു വരൂ, എന്നിട്ട് എന്നെ 2 ചീത്ത പറയൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയതായിരിക്കില്ല. ഹൈഡ്രോളിക് സംവിധാനമുള്ള ഡോർ തുറന്നു കൊടുത്തിട്ട് തന്നെയായിരിക്കും. പക്ഷേ തുറന്നു കൊടുത്തത് ഡ്രൈവറുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഡ്രൈവർ ആഗ്രഹിച്ചിട്ടല്ല, അവരാവശ്യപ്പെട്ടിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അതിക്രമിച്ച് കടക്കലുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി കോടതി തീരുമാനിക്കട്ടെ. KSRTC-യിലെ എംപാനൽ ഡ്രൈവറായിരുന്ന, എന്ന് വെച്ചാൽ താൽക്കാലിക ഡ്രൈവർ, ആ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന LH യദു എന്നയാളാണ് ഈ ഹതഭാഗ്യനായ ഡ്രൈവർ. അയക്കെതിരായിട്ട് ഒരു കുറ്റപത്രം വരുന്നുണ്ട്. അതായത് അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ മുന്നോട്ട് കടക്കാൻ ശ്രമിച്ച കാറിലെ മേയർക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ടുള്ള കേസ്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുറ്റപത്രമായിട്ട് വരും. ഇക്കാര്യത്തിൽ 2 അഭിപ്രായമുണ്ട്. ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ ഡ്രൈവർ, അയാൾ വലത്തുവശത്തായിരിക്കുന്നത്. ഇടതുവശത്തോട് വരുന്ന ഒരു കാറിലെ യാത്രക്കാർക്ക് നേരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശപ്പെട്ട അശ്ലീലമായ ആംഗ്യങ്ങൾ കാണിച്ചാൽ അത് കാറിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോ?
കാറിനേക്കാൾ വളരെ ഉയരത്തിലാണല്ലോ ബസ്. അപ്പൊ ഇത് കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ഉണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് അവർ പരിശോധിച്ചു, അങ്ങനെ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ കാറിൽ ഇരിക്കുന്നവർ, മുൻ സീറ്റിൽ ഇരിക്കുന്നവർ കാണാം എന്നുള്ളതാണ്. അത് കോടതിയിൽ വരുമ്പോൾ അവർ പരിശോധിക്കട്ടെ. പക്ഷെ എന്തായാലും അയക്കെതിരായിട്ട് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ പാകത്തുള്ള ഒരു കുറ്റപത്രം വരാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാന പത്രങ്ങളൊക്കെ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി അവരുടെ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം എന്താ എന്നൊരു സംശയം നമുക്ക് തോന്നാം. കാരണം മേയർക്കും അവരുടെ ഭർത്താവായ MLA-ക്കുമെതിരെ നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളപ്പോൾ ഒരു കേസ് എടുക്കുമെന്ന്, അല്ലെങ്കിൽ FIR-ല് പ്രതിപട്ടികയിൽ ആരൊക്കെ ഉണ്ടെങ്കിലും കുറ്റപത്രത്തിൽ അവരുണ്ടാകുമെന്ന് നിഷ്കളങ്കരായ ആരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ കരുതുമോ? കരുതില്ലല്ലോ. അത് വളരെ സ്വാഭാവികമാണ്. നമ്മളത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് തോന്നാം, ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ മുൻപേജിൽ വന്നത്? അതിന് വലിയ പ്രാധാന്യമില്ലല്ലോ, അത്രയ്ക്ക് പ്രാധാന്യമില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതിനൊരു മറുവശമുണ്ട്. അതായത് FIR-ൽ പേരുണ്ട്, പ്രതിപട്ടികയിലുണ്ട്, എന്നിട്ടും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. അത് വേണമെങ്കിൽ ഒരു പ്രധാന വാർത്തയാണ്. അത് MLA-യും മേയറും ഒക്കെ ആകുമ്പോൾ അതിന്റെ പ്രാധാന്യം കൂടും, അതുകൊണ്ടാവാം എന്ന് ചിന്തിക്കാം. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ന്യായമാണ്. ഇപ്പൊ FIR-ൽ പ്രതിപട്ടികയിൽ ഉണ്ടെങ്കിലും പിണറായിയുടെ പോലീസ് കുറ്റപത്രം കൊടുക്കുമ്പോൾ അവരെ കുറ്റവാളികളാക്കുമോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കുമോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ഈ മേയറും അതുപോലെ MLA-യും പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ, പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാ, വാത്സല്യഭാജനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ രക്ഷിക്കാനല്ലേ അവർ ശ്രമിക്കത്തുള്ളൂ. ന്യൂയോർക്കിൽ ഈയിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പില് സൊഹ്റാൻ മംദാനി ജയിച്ചതിന്റെ പിന്നിൽ തന്നെ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ മേയർ ആയതിന്റെ ഒരു സ്വാധീനമുണ്ട് എന്ന് വരെ പറഞ്ഞ പാർട്ടിയാ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ കാര്യമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മേയർക്ക് പാർട്ടിയുള്ള പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സമൂഹത്തിൽ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്ന രണ്ടുപേരാണ് മേയറും MLA-യും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷിപ്പ്ഫുൾ മേയർ എന്നാണ് മേയറെ അഭിസംബോധന ചെയ്യുക. അതായത് ആരാധ്യയായ മേയർ. MLA-ക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് സാധാരണഗതിയിൽ നമ്മുടെ ആളുകളുടെ മനസ്സിലുള്ളത്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? കേസ് അവിടെ കിടക്കട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം അതാ. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ഒരു കാര്യം ഇതാണ്: ഇങ്ങനെയാണോ അവരെ പെരുമാറേണ്ടത്? അവർക്കൊരു പരാതിയുണ്ട്. അതായത് പട്ടം ഭാഗത്തു നിന്ന് വരുമ്പോൾ, ഈ ബസ്സിന് പിന്നാലെ വരുമ്പോൾ അവർക്ക് ബസ് സൈഡ് കൊടുത്തില്ല. ഒരുപക്ഷെ അവിടെ ആ വൺ വേയിലൊക്കെ അല്പം ഇടുങ്ങിയ റോഡാ, അതുകൊണ്ട് സൈഡ് കൊടുത്തില്ല എന്ന് വരാം. ഇനി വാദത്തിന് വേണ്ടി ഡ്രൈവർ മനഃപൂർവ്വം സൈഡ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അതങ്ങ് സമ്മതിക്കുക. അന്നേരം ചോദ്യം ഉയരുന്നു, ഇങ്ങനെയാണോ അപ്പോൾ മേയറും MLA-യും ചെയ്യേണ്ടത്? വണ്ടിയുടെ പിന്നാലെ വന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ അവിടെ എത്തുമ്പോൾ ആ വണ്ടിക്ക് കുറുകെയിട്ട്, സീബ്ര ലൈൻ അതിക്രമിച്ച് കിടക്കുന്ന രീതിയിൽ കുറുകെയിട്ട് ഇങ്ങനെ ഡ്രൈവറോട് മെക്കിട്ട് കയറണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നു. അത്തരം ഒരു സന്ദർഭത്തിൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവര് ജനനേതാക്കളാണ്, അവർ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. തൊട്ടടുത്ത് 2 പോലീസ് സ്റ്റേഷനുണ്ട്. തൊട്ട് മുമ്പിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, പുറകില് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ഇവിടെ എവിടെയെങ്കിലും ചെന്ന് അവർക്കൊരു പരാതി രജിസ്റ്റർ ചെയ്യാം. അത് മാത്രമല്ല, KSRTC-യുടെ ബന്ധപ്പെട്ട ആളുകൾക്ക്, അതിന് MD-യും ചെയർമാനും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പരാതി കൊടുക്കാം. MLA ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു MLA-ക്ക് കിട്ടേണ്ട സവിശേഷമായ അവകാശങ്ങൾ അതുപോലും ഈ കേസിൽ ഇൻവോൾവ് ആവും. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. റോഡിൽ, തെരുവിൽ അവര് സ്വയം നീതി നടപ്പാക്കാൻ, അവരുടെ നീതി നടപ്പാക്കാൻ, അവരുടെ ന്യായം നടപ്പാക്കാൻ ശ്രമിക്കാനുണ്ടായത്. അവർക്ക് ബസ് തടയാൻ യാതൊരു അധികാരവുമില്ല. ഡ്രൈവർ കുറ്റം ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെ ബസ് തടഞ്ഞിടാൻ എന്താണ് അവർക്ക് അവകാശം? പിന്നീട് ഹൈഡ്രോളിക് ഡോറാണ്, ഡ്രൈവറുടെ അനുമതിയോടെയാണ് എന്ന് പറഞ്ഞാലും ഇതിനുള്ളിലേക്ക് കടന്നിട്ട് ഡ്രൈവറുമായിട്ട് മെക്കിട്ട് കയറാൻ എന്താണ് ഇവർക്ക് അവകാശമുള്ളത്? അവർ ചെയ്യേണ്ടതല്ല ചെയ്തത്. ഉത്തരവാദിത്തപ്പെട്ട 2 ആളുകൾ എന്ന നിലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതി ഇതുപോലുള്ള കാര്യങ്ങൾ റോഡിൽ നടക്കുന്നതാ. പക്ഷെ ഇത് രണ്ടും പ്രധാനപ്പെട്ട ആളുകളാ. ഒരാൾ മേയറാണ്, ഒരാൾ MLA ആണ്. അവർ ചെയ്യേണ്ടതാണോ ചെയ്തത്? അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചത്? നമ്മുടെ ഡ്രൈവറുടെ ജോലി പോയി. അയാൾ താൽക്കാലികക്കാരനായിരുന്നു. എംപാനല് മേയർക്കും MLA-ക്കും പരാതിയുള്ള ഒരു ഡ്രൈവറെ, എംപാനൽ ഡ്രൈവറെ അതിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമോ KSRTC? സ്ഥിരം ഡ്രൈവർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയൻ അംഗമായിരിക്കും. അപ്പൊ യൂണിയൻകാരെ ഇടപെടും, പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇയാളങ്ങനല്ല, വെറും ഒരു എംപാനല, വെറും താൽക്കാലികം. അതുകൊണ്ട് അയാളെ അങ്ങ് പുറത്താക്കി. ഇപ്പോൾ അയാള് ഒരു സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക. പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും ഒരു അപേക്ഷയുണ്ട്: ദയവ് ചെയ്ത് ഇനി നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അയാൾക്ക് ഇപ്പോഴുള്ള ജോലി ഇല്ലാതാക്കരുത്. സ്വകാര്യ ബസ്സിൽ നിന്ന് അയാളെ ഇറക്കരുത്. അയാളും പഠിച്ചോട്ടെ, അയാൾ ജീവിച്ചോട്ടെ. നിങ്ങളുള്ളൊരു അപേക്ഷയാ.
ഏതായാലും മേയറും MLA-യും പ്രതിയല്ല. അതുകൊണ്ട് എന്ത് വേണം? ഇനി ആ ഡ്രൈവറോട് ദയവ് ചെയ്ത് ശത്രുത കാണിക്കരുത്. ഏതായാലും UDF-ഉം BJP-യും പോലീസിനോട് നന്ദി പറയണം. കാരണം തക്ക സമയത്താണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. കുറ്റപത്രം നൽകിയത് സംബന്ധിച്ച വിവരം. അതായത് ഇപ്പോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിച്ചിരിക്കുക. ഇത് മറന്നു കിടന്നൊരു വിഷയമായിരുന്നു. ഇപ്പോൾ ഇത് ഓർമ്മിക്കാനും ഒരു പ്രധാന പ്രചാരണ വിഷയമാക്കാനും UDF-നും BJP-ക്കും അവസരം കിട്ടിയിരിക്കുകയാണ്. ഏതായാലും പിണറായിയുടെ പോലീസ് ഭരണത്തിന് ഇതൊരു പൊൻതൂവലാണ് കേട്ടോ, യാതൊരു സംശയമില്ല. കുറ്റം ചെയ്തവര് CPM-കാരാണെങ്കിൽ, അതിന്റെ നേതാക്കളാണെങ്കിൽ, അതിന്റെ പ്രവർത്തകരാണെങ്കിൽ അവരൊന്നും പ്രതിപ്പട്ടികയിൽ വരില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ നീതി, ഇതാണ് ഞങ്ങളുടെ ന്യായം.